90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. നമസ്കാരം. കണ്ട ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. KSRTCയിൽ ഗുരുതര ക്രമക്കേടുകളെന്ന MD ബിജു പ്രഭാകരന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ തെളിവുകൾ പുറത്ത്. KTDFCക്ക് നൽകിയ 311 കോടി രൂപയ്ക്ക് കണക്കില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM ശ്രീകുമാറിനെതിരെ കടുത്ത നടപടിയുണ്ടായേക്കും. വിജിലൻസ് അന്വേഷണം നടത്തും. ജീവനക്കാരുമായി ഏറ്റുമുട്ടലില്ലെന്ന് MD. നീക്കം കോർപ്പറേഷനിലെ കാട്ടുകള്ളന്മാർക്കെതിരെയെന്നും വിശദീകരണം. മലബാർ എക്സ്പ്രസിന്റെ പാഴ്സൽ ബോഗിയിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ നടപടിയെടുത്ത് റെയിൽവേ. പാഴ്സൽ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിന് നിർദ്ദേശം. ആലുവ ഇടയാർ വ്യവസായ മേഖലയിൽ വൻ തീപിടുത്തം. പെയിന്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന 2 കമ്പനികളിലും റബ്ബർ റീസൈക്ലിംഗ് യൂണിറ്റിലും തീപിടിച്ച് കോടികളുടെ നാശനഷ്ടം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുമെന്ന സൂചന നൽകിയ മന്ത്രി G. സുധാകരൻ. അമ്പലപ്പുഴയിൽ തുടരുമെന്നും കായംകുളത്ത് കാലുവാരികളെന്നും G. സുധാകരൻ. CPIഎമ്മിലെ വിഭാഗീയതയിൽ സ്വീകരിച്ച നിലപാടുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ക്ഷമ ചോദിക്കാൻ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. ഉന്നയിച്ച വിമർശനങ്ങൾ മിക്കതും തെറ്റായിരുന്നു. പിണറായി വിജയനെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെന്നും ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്കായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാളെ സോണിയാഗാന്ധിയെ കാണും. സ്ഥാനാർത്ഥി നിർണയത്തിലും DCC പുനഃസംഘടനയിലും നിർണായക തീരുമാനങ്ങൾക്ക് സാധ്യത. വടകരയ്ക്ക് പുറത്ത് പ്രചാരണത്തിനിറങ്ങില്ലെന്ന് ആവർത്തിച്ച് K. മുരളീധരൻ MP. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജയപരാജയത്തിന് ഉത്തരവാദിത്തം നേതൃത്വത്തിനായിരിക്കുമെന്നും തനിക്ക് ഒരു പദവിയും വേണ്ടെന്നും K. മുരളീധരൻ. ഖാലിസ്ഥാൻ ബന്ധം ആരോപിച്ച് NIA നൽകിയ നോട്ടീസിനോട് പ്രതികരിക്കേണ്ടെന്ന് കർഷക സംഘടനാ നേതാക്കൾ. ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. നിയമപരമായി നേരിടും. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകളിൽ വിഷയം ഉന്നയിക്കും. സമരം അടിച്ചമർത്താനുള്ള ആസൂത്രിത നീക്കമെന്നും സംഘടനകൾ. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സ്ക്രീൻ ഇന്നു മുതൽ കൂളിംഗ് ഫിലിമും കട്ടണും നീക്കം ചെയ്യാത്ത വാഹനങ്ങൾക്കെതിരെ നടപടി. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മുന്നറിയിപ്പ്. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളിലും പരിശോധന. ഇടുക്കിയിൽ മത്സരിക്കുമെന്നുറപ്പിച്ച് റോഷി അഗസ്റ്റിൻ MLA. നിലവിൽ മണ്ഡലം മാറേണ്ട സാഹചര്യമില്ല. ഏത് മണ്ഡലത്തിലായാലും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മാത്രം മതി. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനെന്നും റോഷി അഗസ്റ്റിൻ. കാഞ്ഞിരപ്പള്ളി സീറ്റിനെ ചൊല്ലി കോട്ടയത്ത് BJPയിൽ തർക്കം. അൽഫോൺസ് കണ്ണന്താനവും ജില്ലാ നേതാക്കളും രംഗത്ത്. കോൺഗ്രസ് വിട്ടുവന്ന ജയപ്രമീളാദേവിയും കഴിഞ്ഞ തവണ മത്സരിച്ച VN മനോജും സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത്. ജോസ് കെ മാണി, വീരേന്ദ്രകുമാർ വിഭാഗങ്ങൾ മുന്നണി വിട്ടത് UDFന് ക്ഷീണം ചെയ്തെന്ന് C. മമ്മൂട്ടി MLA. മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്നിട്ടില്ല. ഇത്തവണ തനിക്ക് സീറ്റില്ലെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും C. മമ്മൂട്ടി MLA. രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ ഇന്നും തുടരും. ഇന്നലെ വാക്സിൻ സ്വീകരിച്ചത് 1,91,000 പേർ. സംസ്ഥാനത്ത് 8,062 പേർക്ക് വാക്സിനേഷൻ. ആർക്കും പാർശ്വഫലങ്ങളില്ലെന്ന് ആരോഗ്യവകുപ്പ്. തിങ്കളാഴ്ച മുതൽ കൂടുതൽ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ. പത്തനംതിട്ട നഗരസഭയിൽ CPIM SDPI ധാരണയ്ക്കെതിരെ CPIM ഏരിയ കമ്മിറ്റിയും DYFIയും രംഗത്ത്. SDPIയുമായി ധാരണയുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ LDF യോഗത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും മൗനം തുടരുന്ന CPIM ജില്ലാ നേതൃത്വത്തിനെതിരെ നടപടി വേണമെന്ന് DYFI. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പ് പൂർത്തിയായി. ഒന്നാം സമ്മാനം 12 കോടി രൂപയ്ക്ക് XG 358753 നമ്പർ അർഹമായി. സമ്മാനം തിരുവനന്തപുരത്ത് വിറ്റഴിച്ച ടിക്കറ്റിന്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനാണ് ഒന്നാം സമ്മാനം നറുക്കെടുത്തത്. പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. പ്രതിഷേധം. ഗണേഷ് കുമാറിന്റെ മുൻ PA പ്രദീപ് കോട്ടാത്തല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെ തുടർന്ന്. എഴുത്തുകാരി M. ലീലാവതി ടീച്ചർക്ക് ONV സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു. പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച്. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരം സമർപ്പിച്ചു. കുടിശ്ശിക തുക ഉടൻ ലഭ്യമാക്കിയില്ലെങ്കിൽ നിർമ്മാണം നിർത്തിവെച്ച് സമരത്തിലേക്ക് നീങ്ങുമെന്ന് സർക്കാർ കോൺട്രാക്ടേഴ്സ്. ലഭിക്കാനുള്ളത് 1.5 വർഷത്തിനിടെ നടന്ന ജോലികൾക്ക് ചെലവഴിച്ച 8,500 കോടി രൂപ. സാധന സാമഗ്രികളുടെ വിലവർധനയും പ്രതിസന്ധിക്ക് കാരണമായെന്ന് ആരോപണം. പൊതുമേഖലാ സ്ഥാപനമായ ബെമൽ സ്വകാര്യവൽക്കരണത്തിന് എതിരായ തൊഴിലാളികളുടെ സമരം 11ാം ദിവസത്തിലേക്ക്. 54% ഓഹരിയിൽ നിന്ന് 26% വിറ്റഴിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഏറ്റെടുക്കാൻ വരുന്ന സ്വകാര്യ കമ്പനികളെ തടയുമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP പറഞ്ഞു.
ദേശീയവാർത്ത. രാജ്യത്ത് 15,144 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 181 മരണം. 17,170 പേർക്ക് രോഗമുക്തി. മതധ്രുവീകരണത്തിൽ നിന്ന് പശ്ചിമ ബംഗാളിനെ രക്ഷിക്കാൻ ബിജെപിക്കും TMCക്കുമെതിരെ പോരാടുമെന്ന് ബംഗാൾ ലെഫ്റ്റ് ഫ്രണ്ട് ചെയർപേഴ്സൺ ബിമൻ ബോസ്. കോൺഗ്രസ് ലെഫ്റ്റ് ഫ്രണ്ട് സഖ്യത്തിൽ തെറ്റിദ്ധാരണകളില്ല. സീറ്റ് പങ്കിടൽ സംബന്ധിച്ച ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ലെന്നും വിശദീകരണം. ഔറംഗാബാദ് ഇപ്പോൾ സംഭാജി നഗർന്ന ശിവസേന MP സഞ്ജയ് റാവുത്ത്. പേരുമാറ്റത്തെ കോൺഗ്രസ് എതിർക്കുന്നത് ചിലരുടെ വൈകാരിക പ്രശ്നമാണെന്നും അക്കാര്യം ചർച്ച ചെയ്യാമെന്നും MP. പേരുമാറ്റിയ കാര്യം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണെന്നും സഞ്ജയ് റാവുത്ത്. ഡൽഹിയിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് 2 ചൈനീസ് പൗരന്മാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ചൈനീസ് കമ്പനികൾക്കായാണ് ഇരുവരും ഹവാല ഇടപാട് നടത്തിയിരുന്നത്. നാളുകളായി ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ED. സൂററ്റിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് സർവീസ് നടത്തിയ ഇൻഡിഗോ എയർലൈൻസ് ഭോപ്പാലിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. സാങ്കേതിക കാരണങ്ങളെന്ന് ഇൻഡിഗോ അധികൃതർ. 172 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഡൽഹിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ SN ശ്രീവാസ്തവ. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായാണ് പരിശോധന. മോഷണം, പിടിച്ചുപറി തുടങ്ങിയവയ്ക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. ഡൽഹി സുവോളജിക്കൽ പാർക്കിൽ നിരീക്ഷണം ശക്തമാക്കി അധികൃതർ. രാജ്യത്തെ പക്ഷിപ്പനി പശ്ചാത്തലത്തിലാണ് തീരുമാനം. പ്രകൃതി മൈതാൻ പ്രദേശത്ത് ദേശാടന പക്ഷികളുടെ സാന്നിധ്യം കൂടുതലാണ്. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കരുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2 കാഴ്ചപ്പാടുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതികൾ ഉണ്ടാകരുത്. കേന്ദ്രം ജനങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തിൽ കരസേനയുടെ കരിസ്മാറ്റിക് പ്രകടനം രാജ്യത്തിന്റെ മനോവീര്യം മെച്ചപ്പെടുത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കരസേനയുടെ പ്രകടനം ഇന്ത്യക്കാരുടെ തല ഉയർത്തിപ്പിടിക്കാൻ സഹായിച്ചു. ലക്നൌവിൽ നടന്ന പൊതുപരിപാടിക്കിടെയായിരുന്നു പരാമർശം. ബജറ്റ് വിമാന സർവീസ് കമ്പനിയായ ഇൻഡിഗോ ലേയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു. ഇൻഡിഗോയുടെ 63ാം ആഭ്യന്തര ഡെസ്റ്റിനേഷനാണ് ലേ. ഫെബ്രുവരി 22-ന് ആരംഭിക്കുന്ന സർവീസിലേക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചു. രാജസ്ഥാനിൽ കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ചിട്ട സ്കൂളുകൾ നാളെ മുതൽ പുനരാരംഭിക്കും. 9 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ക്ലാസുകൾ തുടങ്ങുന്നത്. രക്ഷിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രം വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം. ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, അസം, മേഘാലയ സംസ്ഥാനങ്ങളിലാണ് ശൈത്യം രൂക്ഷമായത്. വരും ദിവസങ്ങളിലും അതിശൈത്യം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജസ്ഥാനിൽ അൽവാറിൽ ബസ് അപകടം. ഡൽഹി ജയ്പൂർ ഹൈവേയിൽ അപകടമുണ്ടായി. വാഹനം ഭാഗികമായി തകർന്നു. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മധുരയിൽ നടന്ന ജല്ലിക്കെട്ട് മത്സരത്തിൽ 52 പേർക്ക് പരിക്ക്. 800 കാളകളും 650 മത്സരാർത്ഥികളും പങ്കാളികളായി. മത്സര വിജയിക്ക് കാർ സമ്മാനമായി നൽകി ഉപമുഖ്യമന്ത്രി O പനീർശെൽവം. പുതുച്ചേരിയിലെ BJP MLAയും സംസ്ഥാന പാർട്ടി ട്രഷററുമായ KG ശങ്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 72 വയസ്സായിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിൽ കടവത്തോലും ആമകളുമായി 2 പേർ അറസ്റ്റിൽ. കടവത്തോൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ ഗജ്രാനിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. ഇവരിൽ നിന്ന് 2 ആമകളെ പോലീസ് പിടികൂടി. ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷം. നഗരത്തിലെ വായു നിലവാര സൂചിക 428ആയി. വായുമലിനീകരണ തോത് ഇനിയും ഉയർന്നേക്കാമെന്ന മുന്നറിയിപ്പ് നൽകി മലിനീകരണ നിയന്ത്രണ ബോർഡ്. അന്താരാഷ്ട്ര വാർത്ത. കാബൂളിൽ 2 വനിതാ സുപ്രീം കോടതി ജഡ്ജിമാർ വെടിയേറ്റ് മരിച്ചു. ഔദ്യോഗിക വാഹനത്തിൽ ഓഫീസിലേക്ക് പോകും വഴിയാണ് ഇരുവർക്കും വെടിയേറ്റത്. അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ കുറെ കാലമായുള്ള അക്രമ സംഭവങ്ങളുടെ തുടർച്ചയായാണ് വനിതാ ജഡ്ജിമാരെ കൊലപ്പെടുത്തിയത്. അമേരിക്കയിൽ ആയുധങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും പരസ്യം നീക്കം ചെയ്യാൻ തീരുമാനവുമായി ഫേസ്ബുക്ക്. ജനുവരി 20-ന് ജോ ബൈഡൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിനെ തുടർന്ന് 2 ദിവസത്തിനകം തീരുമാനം പ്രാബല്യത്തിൽ വരും. അടിയന്തര തീരുമാനം ക്യാപിറ്റോൾ കലാപത്തെ തുടർന്ന്. പോർച്ചുഗീസ് ധനമന്ത്രി ജോവോ ലിയോവോയ്ക്ക് കോവിഡ്. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. EU കമ്മീഷൻ മേധാവി ഉർസുല വോണ്ടേർ അടക്കമുള്ളവർ നിരീക്ഷണത്തിൽ. ചൈനയിൽ പുതിയ ഡിസൈൻ ചീഫിനെ നിയമിക്കാനൊരുങ്ങി ടെസ്ല. ചൈനീസ് അഭിരുചികൾക്ക് ഇണങ്ങവിധമുള്ള വാഹനങ്ങൾ വിപണിയിലെത്തിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യൻ വംശജയെ വീണ്ടും പ്രധാന സ്ഥാനത്ത് നിയമിച്ച അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ. ഇൻഡോ അമേരിക്കൻ നയതന്ത്രജ്ഞ ഉസ്രയെയാണ് സിവിലിയൻ സെക്യൂരിറ്റി, ഡെമോക്രസി ആൻഡ് ഹ്യൂമൻ റൈറ്റ് വിഭാഗത്തിലെ അണ്ടർ സെക്രട്ടറിയായി നിയമിച്ചത്.
ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതക മാറ്റം എന്ന വൈറസ് മാർച്ചോടെ അമേരിക്കയിൽ വ്യാപകമാകുമെന്ന റിപ്പോർട്ടുകൾ. 30 രാജ്യങ്ങളിലാണ് ഇതുവരെ വൈറസ് കണ്ടെത്തിയത്. വൈറസ് നേരിടാൻ ശക്തമായ മുൻകരുതൽ ആവശ്യമെന്ന് US രോഗപ്രതിരോധ കേന്ദ്രം. ചൈനീസ് വാണിജ്യ ശൃംഖലയായ ബൈഡുവും ഗീലിയും ഒന്നിക്കുന്നു. സംയുക്തമായി പുതിയ കമ്പനി ആരംഭിക്കുകയാണ് ലക്ഷ്യം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപ്പാദനമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഫിലിപ്പൈൻസ് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ തകർന്ന് 7 മരണം. എഞ്ചിൻ തകരാറിനെ തുടർന്നായിരുന്നു അപകടം. തകരാറിനെ തുടർന്ന് ലാൻഡിംഗ് ഒരുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഫ്രാൻസിലെ സ്കൈ റിസോർട്ടിലെ കേബിൾ കാറുകളും സ്കൈ ലിഫ്റ്റുകളും ഉടൻ തുറക്കില്ല. കോവിഡ് വ്യാപന ആശങ്ക പൂർണ്ണമായി ഒഴിയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. ബ്രസീലിൽ നിന്ന് ഇറ്റലിയിലേക്കുള്ള വിമാന സർവീസുകൾക്ക് നിരോധനം. ഈ മാസം 31 വരെയാണ് നിരോധനം. നടപടി ബ്രസീലിൽ നിന്നെത്തിയ 4 പേർക്ക് ജനിതക മാറ്റമെന്ന വൈറസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന്. ചൈനയിലെ പ്രവിശ്യയിൽ ഐസ്ക്രീമിൽ കൊറോണ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് 2000-ഓളം ഐസ്ക്രീം ബോക്സുകൾ നശിപ്പിച്ചു. ടിൻജിൻ ഡാക്കിയാഡോ ഫുഡ് കമ്പനി നിർമ്മിച്ച ഐസ്ക്രീമിനാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. ഐസ്ക്രീം വാങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആരോഗ്യവകുപ്പ്. ജപ്പാനിൽ ആത്മഹത്യാ നിരക്ക് ഉയർന്നെന്ന റിപ്പോർട്ടുകൾ. 14 നിന്ന് 16% ഉയർന്നെന്ന് ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ. കോവിഡ് വ്യാപനത്തിന് 2ാം ഘട്ടത്തിലാണ് ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചതെന്നും പഠനം. ഇറ്റലിയിലെ മിലാനിലെ നഴ്സിംഗ് ഹോമിൽ വിഷവാതകം ചോർന്ന് 5 മരണം. 5 പേരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് മാറ്റി. കാർബൺ മോണോക്സൈഡ് ചോർന്നതാണ് അപകട കാരണമെന്ന് വിലയിരുത്തൽ. സൗദി അറേബ്യയ്ക്ക് നേരെ ഹൂതികൾ ആക്രമണത്തിന് ശ്രമിച്ചതായി സഖ്യസേനാ വക്താവ് കേണൽ തുർക്കി അൽ മാലിക്കി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് സഖ്യസേന. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഒപ്പുവെച്ച സ്റ്റോക്ക്ഹോം കരാറും വെടിനിർത്തലും ഹൂതികൾ നിരന്തരം ലംഘിക്കുന്നുവെന്ന് വിമർശനം. ലോകമെങ്ങുമുള്ള വാഹനപ്രേമികളുടെ ഹരമായ ലണ്ടൻ ടാക്സികൾ ഇനി ദുബായ് നിരത്തുകളിലും. ലണ്ടൻ ബ്ലാക്ക് ക്യാബ് എന്നറിയപ്പെടുന്ന കാറുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഫെബ്രുവരിയോടെ നിരത്തിലിറങ്ങുക. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലാണ് സർവീസ് തുടങ്ങുക. അബുദാബിയിലെ സ്കൂളുകളിൽ 3 ആഴ്ചത്തേക്ക് കൂടി വിദൂര പഠനം തുടരും. കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. എമിറേറ്റ്സിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെയും അധ്യാപകരോടും ജീവനക്കാരോടും വാക്സിൻ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. ഖത്തറിലെ സൗദി അറേബ്യൻ എംബസി ഉടൻ തുറക്കാൻ തീരുമാനമെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ. പൗരാണിക നഗരമായ അല്ലുലയിൽ ഒപ്പുവെച്ച കരാറിന്റെ തുടർച്ചയായാണ് ഖത്തറുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നത്. സൗദി അറേബ്യയിലെ കോടതികളിൽ വനിതാ ജഡ്ജിമാരെ നിയമിക്കുന്നു. സ്ത്രീ ശാക്തീകരണ പദ്ധതികളുടെ ഭാഗമായാണ് വനിതകൾക്ക് നിയമനം നൽകുന്നതെന്ന് മാനവവിഭവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം. സ്പോർട്സ്. സംസ്ഥാനത്ത് കായിക വികസനം ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സർവകലാശാലയുമായി ചേർന്ന് കോഴ്സുകൾ നടത്തും. ആദ്യഘട്ടത്തിൽ നടത്തുക സ്പോർട്സ് മാനേജ്മെന്റ്, സ്പോർട്സ് കോച്ചിംഗ്, ഇവന്റ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ 6 കോഴ്സുകൾ. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കോഴ്സുകളാണ് നടത്തുക. കവി പ്രഭാവർമ്മയുടെ അമ്മ പങ്കജാക്ഷി തമ്പുരാട്ടി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പരേതനായ TK നാരായണൻ നമ്പൂതിരിയുടെ ഭാര്യയാണ്. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഫിലമെന്റ് രഹിത കേരളം പദ്ധതിക്ക് തുടക്കം. ഊർജ്ജ കേരള മിഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രദേശത്തെ 36 അങ്കണവാടികൾക്കാണ് ബൾബ് വിതരണം ചെയ്തത്. കൊല്ലത്ത് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും ജനസേവാ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു. സേവാഭാരതി ഉമ്മന്നൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി. കോട്ടയം വൈക്കത്ത് ദമ്പതികൾക്ക് ദുരഭിമാനത്തിന്റെ പേരിൽ മർദ്ദനമേറ്റതായി പരാതി. പ്രണയവിവാഹിതരായി 2.5 വർഷത്തിന് ശേഷം സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ വീട്ടിലേക്ക് തിരികെ എത്തിയ പെൺകുട്ടിക്കും ഭർത്താവിനും മർദ്ദനമേറ്റു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കോട്ടയം മുണ്ടക്കയത്ത് ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആനിത്തോട്ടം സ്വദേശി ജോമോനാണ് മരിച്ചത്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ നീക്കി. പഞ്ചായത്ത് പ്രദേശത്തും റോഡരികിലും സ്ഥാപിച്ച തട്ടുകടകളാണ് നീക്കം ചെയ്തത്. നടപടി കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ പഞ്ചായത്തിൽ ക്ലീൻ ഓമല്ലൂർ പദ്ധതിക്ക് തുടക്കം. പദ്ധതി നടപ്പിലാക്കുന്നത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായി ഫൗണ്ടേഷനുമായി ചേർന്ന്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 500 സാനിറ്ററി കിറ്റുകൾ വിതരണം ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ ഹരിത ഓഡിറ്റിന് തുടക്കമായി. ജില്ലയിലെ 1000 ഓഫീസുകൾ ജനുവരി 26 ഹരിത പ്രഖ്യാപനത്തിലേക്ക്. സംസ്ഥാനത്ത് 10,000 ഓഫീസുകളാണ് ഈ മാസം 26 ഗ്രീൻ പ്രോട്ടോക്കോളായി പ്രഖ്യാപിക്കുക. ഇടുക്കി ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ജില്ലാ പുസ്തകോത്സവത്തിന് തുടക്കം. EAP ഹാളിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത് 45 പ്രസാധകർ.
എറണാകുളം ESI ആശുപത്രിയിൽ സ്ഥാപിച്ച പുതിയ ICUവിന്റെ ഉദ്ഘാടനം ഇന്ന്. തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. മറ്റ് 5 ESI ആശുപത്രികളിലും ICU സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നുവരികയാണെന്ന് റിപ്പോർട്ടുകൾ. രാഷ്ട്രനിർമ്മാണത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ വ്യക്തിപരമായി ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ 397ാമത് കൌൺസിൽ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം ജില്ലയിൽ IFFK സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി യോഗം മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി സുന്ദർദാസിനെയും വൈസ് ചെയർമാനായി AK സാജനെയും കൺവീനറായി ഷിബു ചക്രവർത്തിയെയും തെരഞ്ഞെടുത്തു. CSI മധ്യ കേരള മഹാ ഇടവകയുടെ 13ാമത് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട റവറന്റ് ഡോക്ടർ സാബു കെ ചെറിയാന് സ്വീകരണം. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്തിയ ബിഷപ്പിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് സ്വീകരിച്ചത്. തിങ്കളാഴ്ച കോട്ടയത്തെ CSI ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങ്. അങ്കമാലി അയ്യമ്പുഴയിൽ ഗിഫ്റ്റ് സിറ്റി പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. പദ്ധതിക്കായി 220 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയിരുന്നു. എറണാകുളം കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് ജനകീയ സമരസമിതി. തൃശൂർ പെരുമ്പുഴ പാലം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പാലത്തിന് ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പുതിയ പാലത്തിന്റെ പ്ലാൻ ഒരുങ്ങുന്നതായി മുരളി പെരുന്നെല്ലി MLA. തൃശൂർ കാറളം മാവേലി സ്റ്റോറിനെ സൂപ്പർ സ്റ്റോറായി ഉയർത്തി. സംസ്ഥാനത്ത് സൂപ്പർ സ്റ്റോറായി ഉയർത്തപ്പെട്ട 7 മാവേലി സ്റ്റോറുകൾക്കൊപ്പമാണ് കാറളവും ഉയർന്നത്. ഓൺലൈനായി നടന്ന ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി P. തിലോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലയിൽ ഒരുമനയൂർ കടപ്പുറം പഞ്ചായത്തുകളിൽ നാളെയും മറ്റന്നാളും ശുദ്ധജലം തടസ്സപ്പെടും. ജലവിതരണം തടസ്സപ്പെടുക ചാവക്കാട് കുന്നംകുളം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയ സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ജലവിതരണം വീണ്ടും ആരംഭിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. തൃശൂർ ജില്ലയിൽ സുപ്രീം കോടതി ജഡ്ജി ചമഞ്ഞ് 12.5 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയാൽ അറസ്റ്റിൽ. പിടിയിലായത് കണ്ണൂർ സ്വദേശി ജിഗീഷ്. 2019-ലുണ്ടായ ക്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട് കേസ് റദ്ദാക്കി തരാമെന്ന വാഗ്ദാനം നടത്തിയായിരുന്നു തട്ടിപ്പ്. നിലമ്പൂർ ടൗണിൽ കാട്ടാനിറങ്ങി. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ടൗണിൽ കാട്ടാനിറങ്ങിയത്. 1 മണിക്കൂറോളം ഭീതി പടർത്തിയ ആനയെ നാട്ടുകാരും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ചേർന്ന് വനത്തിലേക്ക് തിരികെ അയച്ചു. മലപ്പുറം താനൂരിൽ പോലീസ് സംഘത്തെ ആക്രമിച്ചവർക്കെതിരെ കേസെടുത്തു. ആക്രമണമുണ്ടായത് പണം വെച്ച് ചീട്ടുകൾ നടത്തിയ സംഘത്തെ പിടികൂടുമ്പോൾ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ കേസെടുത്തതായി താനൂർ CIP പ്രമോദ് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ആദ്യ ദിനം 9 കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ പൂർത്തിയായി. ജില്ലയിൽ 155 ആരോഗ്യ പ്രവർത്തകർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ആദ്യ ദിനം രജിസ്റ്റർ ചെയ്ത 265 ആരോഗ്യ പ്രവർത്തകരിൽ 58.5% പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ വിസ വാഗ്ദാനം നൽകി പണം തട്ടിയ ട്രാവൽസ് ഉടമ പിടിയിൽ. അറസ്റ്റായത് പാണ്ടിക്കാട് സ്വദേശി യൂസഫ് ഇസാം. UAE-യിൽ ഡ്രൈവർ ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകി 100-ലേറെ പേരിൽ നിന്നായി പണം വാങ്ങിയിരുന്നു. മലപ്പുറം താനൂരിൽ വിദേശ മദ്യവുമായി മധ്യവയസ്കൻ പിടിയിൽ. അറസ്റ്റായത് തിരൂർ തൃപ്പങ്കോട് സ്വദേശി വിജയൻ. 27 ലിറ്റർ മദ്യം എക്സൈസ് പിടികൂടി. കോഴിക്കോട് പേരാമ്പ്രയിലെ മത്സ്യ മാർക്കറ്റിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. മാർക്കറ്റ് തുറന്നു നൽകാത്തത് വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയാകാത്തതിനെ തുടർന്ന് ടെൻഡർ ഏറ്റെടുക്കാത്തതാണ് പ്രവൃത്തി വൈകുന്നതിന് കാരണം. കോഴിക്കോട് മുക്കം ചെറുവാടി കടവിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന ലോറി പോലീസ് പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെയാണ് വാഹനം പിടിച്ചെടുത്തത്. ഡ്രൈവർ ലോറി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ആദ്യഘട്ടത്തിൽ ആസൂത്രണം ചെയ്യുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടനുബന്ധിച്ച് പേ വാർഡ്, മെഡിക്കൽ ഷോപ്പ്, ക്യാന്റീൻ എന്നിവ. ചികിത്സാ ചെലവ് വർദ്ധിപ്പിച്ച് രോഗികളെ ബുദ്ധിമുട്ടിക്കാത്ത വരുമാന മാർഗമാണ് ഇത്. വയനാട് സുൽത്താൻ ബത്തേരി ബീനാച്ചിയിൽ വന്യമൃഗശല്യം രൂക്ഷം. വളർത്തുമൃഗങ്ങളെ ദിനംപ്രതി ആക്രമിക്കുന്നുവെന്ന് പരാതി. വന്യമൃഗശല്യം രൂക്ഷമായത് ബീനാച്ചി കട്ടയാട് മേഖലകളിൽ. അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. വയനാട് മെഡിക്കൽ കോളേജ് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ആരംഭിക്കണമെന്ന ആവശ്യം. ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് കർമ്മസമിതി ഭാരവാഹികൾ ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് നിവേദനം നൽകി. മന്ത്രിയുടെ വസതിയിൽ വെച്ച് മെഡിക്കൽ കോളേജിന്റെ ആവശ്യകതയെക്കുറിച്ചും വയനാട്ടിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളെക്കുറിച്ചും ചർച്ച നടത്തി. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ വ്യാജമദ്യം പിടികൂടി. കടമുറയിൽ നിന്ന് 25 ലിറ്റർ മദ്യവും 200 ലിറ്റർ വാഷും കണ്ടെടുത്തു. സംഭവത്തിൽ കടയുടമ കണ്ണൂർ ചാലാട് സ്വദേശി രജീന്ദ്രൻ അറസ്റ്റിൽ. കണ്ണൂർ ശ്രീകണ്ഠാപുരം ചുഴലിയിൽ വ്യാജമദ്യവുമായി ഒരാൾ പിടിയിൽ. അറസ്റ്റായത് നെടുമുണ്ട സ്വദേശി ചന്ദ്രൻ. 98 കുപ്പി മാഹി മദ്യം പിടിച്ചെടുത്തു. വീണ്ടും ഹണ്ട ന്യൂസിലേക്ക്. ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്.
മലയാള ചിത്രം സുഡോക്കുവിലെ ഗാനങ്ങളുടെ പ്രകാശനം നടന്നു. സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ നൽകി പ്രകാശനം നിർവഹിച്ചു. സംഗീത ഫോർ ക്രിയേഷൻസിന്റെ ബാനറിൽ CR അജികുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഫാക്ട് ചെക്ക്. പശ്ചിമബംഗാൾ വിദ്യാർത്ഥികളുടെ പരീക്ഷ റദ്ദാക്കിയെന്ന് വ്യാജവാർത്ത. പരീക്ഷയെക്കുറിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയ പ്രസ്താവന എഡിറ്റ് ചെയ്താണ് വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത്. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മോഡൽ എക്സാം ഉണ്ടായിരിക്കില്ലെന്നും ബോർഡ് എക്സാം ഉണ്ടായിരിക്കുമെന്നും മാത്രമായിരുന്നു മമതാ ബാനർജിയുടെ പ്രസ്താവന. 2021 ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് ഇന്ത്യൻ താരം ഹിമ ദാസ് തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് വ്യാജവാർത്ത. റിപ്പോർട്ട് തെറ്റാണെന്ന് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. കോവിഡ് പശ്ചാത്തലത്തിൽ ടോക്കിയോ ഒളിമ്പിക്സ് മാറ്റിവെച്ചിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച് ശരീരമാസകലം ചോരിയൊലിക്കുന്ന നിലയിലുള്ള ഒരു പെൺകുട്ടിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. മകരസംക്രാന്തിയോടനുബന്ധിച്ച് പട്ടം പറത്തുന്നതിനെ പെൺകുട്ടി പ്രതിഷേധിക്കുന്നുവെന്നാണ് ചിത്രത്തിനോടൊപ്പം പ്രചരിച്ച തലവാചകം. ഇതിന്റെ സത്യാവസ്ഥയിലേക്ക്. വെള്ളവസ്ത്രം ധരിച്ച പെൺകുട്ടി, ശരീരമാസകലം ചോരപ്പാടുകൾ, പെൺകുട്ടി നിൽക്കുന്നതിന് സമീപം പട്ടം കെട്ടിയിരിക്കുന്നതും കാണാം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം പ്രചരിക്കുന്നുണ്ട്. മകരസംക്രാന്തിയോടനുബന്ധിച്ചുള്ള പട്ടം പറത്തലിനിടെ പക്ഷികൾക്ക് അപകടം സംഭവിക്കുന്നതിനെതിരെയാണ് പെൺകുട്ടിയുടെ പ്രതിഷേധമെന്ന് പ്രചരിച്ച പോസ്റ്റിൽ പറയുന്നു. എന്നാൽ മകരസംക്രാന്തിയുമായി ഈ ചിത്രത്തിന് യാതൊരു ബന്ധവുമില്ല. മൃഗങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി 2017 ഓഗസ്റ്റിൽ ഡൽഹിയിൽ നടന്ന ഒരു ക്യാമ്പയിന്റെ ചിത്രം തെറ്റായ രീതിയിൽ പ്രചരിക്കുകയായിരുന്നു. പട്ടം പറത്തുന്നതിനിടെ പക്ഷികൾ ചത്തൊടുങ്ങുന്നതിനെതിരെയായിരുന്നു ക്യാമ്പയിൻ. ഇതുമായി ബന്ധപ്പെട്ട മിക്ക മാധ്യമങ്ങളും അന്നുതന്നെ വാർത്ത നൽകിയിരുന്നു. മൃഗങ്ങൾക്കായി നിലകൊള്ളുന്ന അഭയദാനം എന്ന ഓർഗനൈസേഷനായിരുന്നു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അവരുടെ ഫേസ്ബുക്ക് പേജിൽ 2017 ഓഗസ്റ്റ് 4 ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിത്രവും അത് പകരുന്ന സന്ദേശവും പ്രസക്തമാണ്. എന്നാൽ ഈ ചിത്രം ഇപ്പോൾ പ്രചരിക്കുന്നത് തെറ്റായ തലവാചകത്തോടെയാണെന്ന് മാത്രം. ഇപ്പോൾ കിട്ടിയത് അഹമ്മദാബാദിലെ ഏകതാ പ്രതിമയിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ കുവാഡിയ എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആഴ്ചയിൽ 2 ദിവസമാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഇന്ത്യയിൽ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ ആരംഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ച് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് സോലിഹ്. ട്വിറ്ററിലൂടെയാണ് മാലിദ്വീപ് പ്രസിഡന്റ് മോദി സർക്കാരിന് അഭിനന്ദനം അറിയിച്ചത്. തെലങ്കാനയിൽ 299 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ മരിച്ചത് 2 പേർ. സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 1577 ഉയർന്നു. ത്രിപുര കോൺഗ്രസ് അധ്യക്ഷൻ പീയൂഷ് ബിശ്വാസിന്റെ വാഹനത്തിന് നേരെ ആക്രമണം. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന ആരോപണം. പരിക്കേറ്റ പീയൂഷ് ബിശ്വാസിനെ ആശുപത്രിയിലേക്ക് മാറ്റി. അടൂർ സബ്സിഡറി സെൻട്രൽ പോലീസ് ക്യാന്റീനിൽ അഴിമതിയും വ്യാപക ക്രമക്കേടും കണ്ടെത്തി. ആവശ്യമില്ലാത്ത 42 ലക്ഷത്തിന്റെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നും 11 ലക്ഷത്തിന്റെ സാധനങ്ങൾ കാണാനില്ലെന്നും കമാൻഡന്റിന്റെ റിപ്പോർട്ട്. KAP 3-ാം ബറ്റാലിയൻ കമാൻഡന്റ് ജയനാഥ് ജെ IPS റിപ്പോർട്ട് DGPക്ക് കൈമാറി. അടുത്ത ഹട്ടർ ന്യൂസ് 5:30. ഇനി ന്യൂസ് ഈവനിംഗുമായി അനുജി എത്തും. ഓവർ ടു അനുജ. താങ്ക് യു ഉന്മേഷ്. നമസ്കാരം.